വെൽക്കം ടു ദിസ് ചാനൽ. ഈ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ റോസാ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന പാഠഭാഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കറുത്ത വർഗ്ഗക്കാരുടെ പൗര അവകാശത്തിനായി പോരാടി ധീരവനിതയാണ് റോസാ പാർക്സ്. റോസാ പാർക്സ് സാറ്റ് സ്റ്റിൽ. റോസാ പാർക്സ് അനങ്ങാതിയിരുന്നു. ദ ബിഗസ്റ്റ് സക്സസസ് ഓഫൺ റിസൾട്ട് ഫ്രം ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ബാറ്റിൽസ്. അത്യുന്നതമായ വിജയങ്ങളൊക്കെ തന്നെയും ശക്തമായ പോരാട്ടത്തിന് ഒടുവിലാണ് ഉണ്ടാകുക. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് ദ റോസാ പാർക്സ് ഹൂസ് ലൈഫ് വാസ് എ ബാറ്റിൽ ഫോർ ജസ്റ്റിസ്. നീതിക്ക് വേണ്ടി ശക്തമായ പോരാട്ടത്തിന് ഉടമയായ റോസാ പാർക്സിന്റെ കഥ നമുക്ക് വായിക്കാം. On December 1st, 1955, Rosa Parks refused to move and this transformed a million lives. 1955 ഡിസംബർ 1-ാം തീയതി റോസാ പാർക്സ് ചലിക്കാൻ വിസമ്മതിച്ചു. റെഫ്യൂസ്ഡ്, നിരസിച്ചു. ആൻഡ് ദിസ് ട്രാൻസ്ഫോംഡ് എ മില്യൺ ലൈവ്സ്. ഇത് ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ മാറ്റിമറിച്ചു. റോസാ പാർക്സ് ഹാഡ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. റോസാ പാർക്സ് ദിവസം മുഴുവൻ ജോലി എടുക്കുകയായിരുന്നു. വർക്ക് ഹാഡ് ബീൻ ഹെവിയർ ദാൻ യൂഷ്വൽ. പതിവിലും വളരെ കഠിനമായിരുന്നു അന്നത്തെ ജോലി. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദർ വാസ് ഓൺലി വൺ തോട്ട് ഇൻ ഹെർ മൈൻഡ്. ദിനാന്തത്തിൽ അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തോട്ട്, ചിന്ത. ഷി വാണ്ടഡ് ടു സിറ്റ് ഡൗൺ. അവർക്കൊന്ന് ഇരിക്കണം. ബട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. സമയം വൈകിക്കൊണ്ടിരുന്നു. ആൻഡ് എവരിബഡി വാസ് ഗോയിങ് ഹോം. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. റോസ വാക്കഡ് ടു ദ ബസ് സ്റ്റോപ്പ്. റോസ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ആൻഡ് ഗോട്ട് ഓൺ എ ബസ്. ഒരു ബസ്സിൽ കയറി. There were many vacant seats. ബസ്സിൽ ധാരാളം ശൂന്യമായ സീറ്റുകൾ ഉണ്ടായിരുന്നു. She paid her fare and sat down in the nearest seat. ബസ് ചാർജ് നൽകിയ ശേഷം ഏറ്റവും അടുത്ത സീറ്റിൽ ഇരുന്നു. The bus was nearly empty. ബസ് ഏറെക്കുറെ ശൂന്യമായിരുന്നു. റോസ felt grateful. റോസയ്ക്ക് ആശ്വാസം തോന്നി. ഇവിടെ ഗ്രേറ്റ്ഫുൾ, ആശ്വാസം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹെയർ ഫീറ്റ് വെയർ വെരി ടയേർഡ്. അവരുടെ പാദങ്ങൾ വളരെ ക്ഷീണിതമായിരുന്നു. ദേ റിയലി നീഡഡ് എ റെസ്റ്റ്. അവയ്ക്ക് വിശ്രമം ആവശ്യമായിരുന്നു. ദേ റിയലി നീഡഡ് എ റെസ്റ്റ്. അവയ്ക്ക് ശരിക്കും വിശ്രമം ആവശ്യമായിരുന്നു. ദാറ്റ് വാസ് ഹൗവർ സംതിങ് ഓൺലി റോസ ന്യൂ. എന്തായിരുന്നില്ല റോസയ്ക്ക് ആകെ അറിയാമായിരുന്നത് അത് മാത്രമായിരുന്നു. ദ ഡ്രൈവർ ഓഫ് ദ ബസ് ന്യൂ നത്തിങ് അബൌട്ട് ഹെർ ഫീറ്റ്. ബസിന്റെ ഡ്രൈവർക്ക് അവരുടെ പാദങ്ങളെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. ഹി ഡിഡ് നോട്ട് ഈവൻ നോ ഹെർ നെയിം. അവരുടെ പേര് പോലും അറിഞ്ഞുകൂടാ. ബട്ട് ഹി സോ ദാറ്റ് ഷി വാസ് നോട്ട് എ വൈറ്റ്. പക്ഷേ അവർ വെള്ളക്കാരിയല്ല എന്ന് അത് മാത്രം അയാൾ കണ്ടു. ഷി വാസ് എ ബ്ലാക്ക് പാസഞ്ചർ. റോസ ഒരു കറുത്ത വർഗ്ഗക്കാരിയായ യാത്രക്കാരിയാണ്. പാസഞ്ചർ, യാത്രക്കാരി. ആൻഡ് ദാറ്റ് ഹി തോട്ട് വാസ് ഓൾ ഹി നീഡഡ് ടു നോ അബൌട്ട് ഹെർ. അവളെക്കുറിച്ച് അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് അയാൾ വിചാരിച്ചു. ബട്ട് ഹി വാസ് മേക്കിംഗ് എ മിസ്റ്റേക്ക്. പക്ഷേ അയാൾക്ക് ഒരു തെറ്റു പറ്റുകയായിരുന്നു. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ദാറ്റ് കോസ്റ്റ് ഓഫ് ഹിസ് കമ്പനി എ ലോട്ട് ഓഫ് മണി. കമ്പനിക്ക് ധാരാളം പണം നൽകേണ്ടി വന്ന ഒരു തെറ്റായിരുന്നു അത്. അവർ സ്റ്റോറി ബിഗിൻ ഇൻ അമേരിക്ക. നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത് അമേരിക്കയിലാണ്. ഇൻ എ ടൗൺ കാൾഡ് മോണ്ടുഗോമറി. അമേരിക്കയിലെ മോണ്ടുഗോമറി എന്ന ടൗണിൽ. റോസ വാസ് ആൻ ഓർഡിനറി വുമൺ വിത്ത് എ ജോബ് ഇൻ എ ഡ്രസ് മേക്കേഴ്സ് ഷോപ്പ്. ഒരു വസ്ത്ര നിർമ്മാണ കമ്പനിയിലെ ഒരു സാധാരണ ജോലിക്കാരി മാത്രമായിരുന്നു റോസ. ദ ഡേ വാസ് ആൻ ഓർഡിനറി വർക്കിംഗ് ഡേ. ആ ദിനം സാധാരണ ഒരു പ്രവൃത്തി ദിനമായിരുന്നു. It was the first day of December in the year 1955.
അത് 1955 ഡിസംബറിലെ ആദ്യ ദിനമായിരുന്നു. ഷീ ഹാഡ് എ ലവിങ് ഫാമിലി. റോസയ്ക്ക് ഒരു സ്നേഹമുള്ള ഒരു കുടുംബമുണ്ടായിരുന്നു. ഷീ എൻവിഡ് നോബഡി. റോസയ്ക്ക് ആരോടും തന്നെ അസൂയ തോന്നിയില്ല. ഹെർ മാനേഴ്സ് വർ മൈൽഡ്. ഷീ സ്പോക്ക് ഇൻ എ ക്വയറ്റ് ആൻഡ് സോഫ്റ്റ് വോയിസ്. ശാന്തവും മൃദുവുമായ സ്വരത്തിലാണ് അവർ സംസാരിച്ചിരുന്നത്. ഷീ ഓൾവേസ് ഒബേഡ് ദ ലോസ് ഓഫ് ദ കൺട്രി ആൻഡ് ബ്രോക്ക് നോ റൂൾസ്. അവൾ എല്ലായ്പ്പോഴും രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചിരുന്നു. റോസ രാജ്യത്തെ ഒരു ചട്ടവും ലംഘിച്ചില്ല. ഇവിടെ ബ്രോക്ക് ലംഘിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ട് ഇൻ ദോസ് ഡേയ്സ് നോട്ട് ഓൾ ലോസ് ആൻഡ് റൂൾസ് വെയർ fair. That day when Rosa sat in that seat on that bus, she had not thought of the breaking any rule. പക്ഷെ അക്കാലത്തെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നീതിയുക്തമായിരുന്നില്ല. അന്നേ ദിവസം ആ ബസ്സിൽ ആ സീറ്റിൽ ഇരുന്നപ്പോൾ ഏതെങ്കിലും നിയമം ലംഘിക്കണമെന്ന ചിന്ത റോസയ്ക്ക് ഉണ്ടായിരുന്നില്ല. It happened before the bus started. When the warning bell rang, passengers rushed in. Many of them were white Americans. ബസ് പുറപ്പെടുന്നതിന് മുൻപ് അതുണ്ടായത്. മുന്നറിയിപ്പ് മണി മുഴങ്ങിയപ്പോൾ യാത്രക്കാർ പാഞ്ഞു കയറി. അവരിൽ വളരെയേറെ പേർ വെള്ളക്കാരായ അമേരിക്കക്കാർ ആയിരുന്നു. Each time a white passenger climbed into the bus, a black passenger got up from a seat and moved away. വെള്ളക്കാരായ യാത്രക്കാരിൽ ആരെങ്കിലും ഒരാൾ ബസ്സിൽ കയറുമ്പോൾ കറുത്ത യാത്രക്കാരിൽ ഒരാൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോകുമായിരുന്നു. The rule was a simple and clear. നിയമം ലളിതവും വ്യക്തവുമായിരുന്നു. Black passengers had to give up their seat when white passenger came in. വെളുത്ത യാത്രക്കാർ പ്രവേശിക്കുമ്പോൾ കറുത്തവർ തങ്ങളുടെ സീറ്റുകൾ ഉപേക്ഷിക്കണം. ഗീവ് അപ്പ് ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അത് ഫ്രൈസൽ വെർബാണ്. ഗേവ് അപ്പ് ഉപേക്ഷിച്ചു. They had to get off the bus and go round to the back door. They could then get on the bus again, a starting passenger. അവർ ബസ്സിൽ നിന്നിറങ്ങി പിറകിലത്തെ വാതിക്കലേക്ക് പോകണം. പിന്നീട് അവർക്ക് നിന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരായി കയറാം. That day all the sitting black passengers gave up their seat except Rosa. ആ ദിനം റോസ ഒഴികെയുള്ള എല്ലാ കറുത്ത വർഗ്ഗക്കാരും അവരവരുടെ സീറ്റുകൾ ഉപേക്ഷിച്ചു. ഗേവ് അപ്പ് ഉപേക്ഷിച്ചു. എക്സ്പെക്ട് ഒഴികെ, റോസ ഒഴികെ. ഷീ ഡിഡ് നോട്ട് സീം ടു നോട്ടീസ് വാട്ട് വാസ് ഹാപ്പനിങ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ ശ്രദ്ധിച്ചില്ല. എ വൈറ്റ് പാസഞ്ചർ സ്റ്റുഡ് അറ്റ് ദ ഡോർ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹെർ. ഒരു വെള്ളക്കാരനായ യാത്രക്കാരൻ വാതിക്കലിൽ വന്നു നിന്ന് അവരെ നോക്കി. സ്റ്റിൽ ഷീ ഡിഡ് നോട്ട് മൂവ്. എന്നിട്ടും അവർ ചലിച്ചില്ല. ഷീ സാറ്റ് സ്റ്റിൽ. അവൾ അനങ്ങാതെയിരുന്നു. It was a time for the bus to leave. ബസ് പുറപ്പെടാൻ സമയമായി. ബട്ട് ഹൗ കുഡ് ദ ഡ്രൈവേഴ്സ് സ്റ്റാർട്ട്? എങ്ങനെ ബസ് ഡ്രൈവർക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും? എ വൈറ്റ് പാസഞ്ചർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ആൻഡ് എ ബ്ലാക്ക് പാസഞ്ചർ വാസ് നോട്ട് ഗെറ്റിംഗ് അപ്പ്. ഒരു വെള്ളക്കാരനായ യാത്രക്കാരൻ ഡോറിനരികിൽ വന്ന് നിൽക്കുകയാണ്. കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു യാത്രക്കാരി എണീക്കുന്നില്ല. അതർ പാസഞ്ചർ ഗ്രൂ ഇംപേഷ്യന്റ്. മറ്റ് യാത്രക്കാർ അക്ഷമരായി. അവരുടെ ക്ഷമ നശിച്ചു. ദേ ഗേവ് ഹെർ ആംഗ്രി ലുക്സ്.
അവർ അവളെ ദേഷ്യത്തോടെ നോക്കി. They muttered curses at her. അവർ അവൾക്ക് നേരെ വചസ്സുകൾ പിറുപിറുത്തു. Neither spoke nor stirred. റോസ മിണ്ടിയുമില്ല, ചലിച്ചുമില്ല. She sat still. അവൾ അനങ്ങാതെ ഇരുന്നു. She was thinking, why should I get up? റോസ ചിന്തിച്ചു, ഞാനെന്തിനെ എണീക്കണം? I have paid the same as the white passenger has paid. വെള്ളക്കാരൻ നൽകിയ അത്ര തന്നെ യാത്രക്കൂലി ഞാൻ നൽകിയിട്ടുണ്ട്. My ticket is not a cent cheaper than his. അവന്റെ ടിക്കറ്റിനേക്കാൾ ഒരു പൈസ പോലും വില കുറഞ്ഞതുമല്ല എൻ്റെ ടിക്കറ്റ്. And I am more tired than he is. അവനേക്കാൾ ഞാൻ വളരെ ക്ഷീണിതയാണ്. And he is neither old nor disabled. അയാൾ വൃദ്ധനുമല്ല, ശാരീരിക ന്യൂനതയുമുള്ള ആളല്ല. So why should I give up my seat? അതുകൊണ്ട് എന്തിന് ഞാൻ എൻ്റെ സീറ്റ് ഉപേക്ഷിക്കണം? He is asking for the seat because he is a white. അയാൾ ഈ റോസയുടെ സീറ്റ് ചോദിക്കുന്നത് എന്തെന്നാൽ അയാൾ വെള്ളക്കാരനാണ്. That can be right. അത് ശരിയാവില്ല. That moment, Rosa made a decision. ആ നിമിഷം റോസ ഒരു തീരുമാനമെടുത്തു. തീരുമാനം. This rule is unfair. ഈ നിയമം ന്യായരഹിതമാണ്. And the rules ought to be fair. നിയമങ്ങൾ ന്യായപൂർണമായിരിക്കണം. If a rule is unfair, it ought to go. ഒരു നിയമം ന്യായരഹിതമാണെങ്കിൽ അത് മാറണം. It ought not to be in the rule book. അത് നിയമപുസ്തകത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. Therefore, അതുകൊണ്ട് it ought not to be obeyed. അക്കാരണത്തിൽ അത് അനുസരിക്കപ്പെടാൻ പാടില്ല, അത് പാലിക്കരുത്. If people go on obeying such a bad rule, it will stay in the book forever. അത്തരം മോശമായ നിയമങ്ങൾ അനുസരിക്കുന്നത് ജനങ്ങൾ തുടർന്നാൽ അത് നിയമപുസ്തകത്തിൽ എന്നതും നിലനിൽക്കും. So someone should do something about it someday. I think that day has arrived. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. Arrived, വന്നെത്തി. Now, when Rosa did not get up, the driver got angry. ഇപ്പോൾ റോസ എഴുന്നേക്കാൻ ഇരുന്നപ്പോൾ ഡ്രൈവറിന്റെ ക്ഷമ നശിച്ചു. അയാൾ കോപാകുലനായി. If he let her sit and left a white passenger standing, he was breaking the law. He and his company could be punished for it. Now when Rosa did not get up, the driver got angry. If he let her sit and left a white passenger standing, he was breaking the law. He and his company could be punished for it. റോസ എഴുന്നേൽക്കാതിരുന്നപ്പോൾ ഡ്രൈവർ കോപാകുലനായി. വെള്ളക്കാരനായ ഒരു യാത്രക്കാരനെ നിർത്തിക്കൊണ്ട് അവളെ ഇരിക്കാൻ അയാൾ അനുവദിച്ചാൽ അയാൾ നിയമം ലംഘിക്കുകയാണ്. അയാളും അയാളുടെ കമ്പനി ശിക്ഷിക്കപ്പെടാം. He got up from his seat. അയാൾ തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. അതായത് ബസ് ഡ്രൈവർ. Get up and go to the bike. എഴുന്നേറ്റ്
പുറകിലേക്ക് പോകുക. ഹി ഓർഡേഡ്, അയാൾ ആജ്ഞാപിച്ചു. ബട്ട് റോസ സാറ്റ് സ്റ്റിൽ, പക്ഷേ റോസ അവിടെ തന്നെ ഇരുന്നു. ഐ ടോൾഡ് യു ടു ഗെറ്റ് അപ്പ്, ഞാൻ എഴുന്നേക്കാനാണ് നിന്നോട് പറഞ്ഞത്, ഹി സെഡ്. ബട്ട് റോസ ഡിഡ് നോട്ട് മൂവ്, പക്ഷേ റോസ ചലിച്ചില്ല. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് അപ്പ്. ദ ഡ്രൈവർ ഗോട്ട് ഓഫ് ദ ബസ് ആൻഡ് ബ്രോട്ട് ദ പോലീസ് ഇൻ. റോസ എഴുന്നേറ്റില്ല. ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങി പോലീസിനെ വിളിച്ചു കൊണ്ടുവന്നു. ദേ അറസ്റ്റഡ് റോസ, സെഡ് ഷീ ഹാഡ് ബ്രോക്കൺ ദ ലോ ആൻഡ് സെൻഡ് ഹർ ടു ജയിൽ. റോസ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. The news of the Rosa's arrest soon spread all over the town. റോസയുടെ അറസ്റ്റിനെ കുറിച്ചുള്ള വാർത്ത ആ ടൗൺ മുഴുവൻ പരന്നു. സ്പ്രെഡ്, പരക്കുക എന്ന അർത്ഥമാണ്. എവിടെയാണ് പരന്നത്? ഏത് ടൗണിലാണ്? മോണ്ട്ഗോമറിയിൽ. ദ ബ്ലാക്ക് പീപ്പിൾ ഓഫ് ദ മോണ്ട്ഗോമറി ഡിസൈഡ് ടു ഫൈറ്റ് ഫോർ ഹർ ടു കം ഔട്ട് ഓഫ് ദി ജയിൽ. മോണ്ട്ഗോമറിയിലെ കറുത്ത വർഗ്ഗക്കാരായ ജനങ്ങൾ തീരുമാനിച്ചു റോസയെ ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള പോരാടുവാൻ. The black people of the Montgomery decided to fight for her to come out of the jail. മോണ്ട്ഗോമറിയിലെ കറുത്ത വർഗ്ഗക്കാർ അവളെ ജയിലിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി പോരാടാൻ തീരുമാനിച്ചു. They know they could not fight with the police. അവർക്കറിയാം പോലീസുമായി അവർക്ക് പോരടിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. They decided to fight with the bus company instead. അതിന് പകരം ബസ് കമ്പനിയുമായിട്ട് പോരടിക്കാൻ അവർ തീരുമാനിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് ദേ ബോയ്കോട്ടഡ് ബസ്സസ്. അവർ ബസ്സുകൾ ബഹിഷ്കരിച്ചു. ദിസ് മീൻസ് ദേ സ്റ്റോപ്ഡ് യൂസിങ് ദം. ഇതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ബസ് ഉപയോഗിക്കുന്നത് നിർത്തി എന്നാണ്. നോ ബ്ലാക്ക് പാസഞ്ചർ, ദേ സെഡ്, വിൽ യൂസ് ദ സിറ്റി ബസ്സസ് until Rosa is free. Instead, they wanted to work in a private cars and shared the cost of taxis. റോസ മോചിതയാകുന്നത് വരെ ഒരു കറുത്ത യാത്രക്കാരന് സിറ്റി ബസ്സുകൾ ഉപയോഗിക്കില്ല. അവർ പറഞ്ഞു. അതിനു പകരം ജോലി സ്ഥലത്തേക്ക് അവർ സ്വകാര്യ കാറുകളിൽ പോകുകയും ടാക്സി കൂലി വീതിച്ചു നൽകുകയും ചെയ്തു. The Montgomery bus boycott went on in this way for more than a year. മോണ്ട്ഗോമറി ബസ് ബഹിഷ്കരണം ഈ വിധത്തിൽ ഒരു വർഷത്തിലേറെ തുടർന്നു. It lasted exactly 381 days. അത് കൃത്യം 381 ദിവസം നീണ്ടു നിന്നു. During the boycott, the bus company lost millions of dollars. ബഹിഷ്കരണം നടന്ന സമയത്ത് ബസ് കമ്പനിക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമായി. This was because there were many more black bus users than white users. അതിന് കാരണം ബസ് ഉപയോഗിക്കുന്നവരിൽ വെള്ളക്കാരേക്കാൾ കറുത്തവർ വളരെ കൂടുതലായിരുന്നു എന്നതാണ്. Without a black passengers, buses run almost empty. കറുത്തവരായ യാത്രക്കാരില്ലാതെ ബസ്സുകൾ ഏറെക്കുറെ ശൂന്യമായിട്ടാണ് ഓടിയിരുന്നത്. വിതൗട്ട് കൂടാതെ. Meanwhile, Rosa Parks was tried in a court of a law. ഇതിനിടയിൽ റോസ പാർക്സ് ഒരു നിയമക്കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടു. The judge ordered her to pay a fine. പിഴയടയ്ക്കാൻ ജഡ്ജി അവളോട് ആവശ്യപ്പെട്ടു. He said she had broken the law of the segregation. വർണ്ണ വിവേചന നിയമം അവൾ ലംഘിച്ചിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സെഗ്രിഗേഷൻ, വർണ്ണ വിവേചനം, എന്തെങ്കിലും വിധത്തിലുള്ള വിവേചനം ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. റോസാസ് ലോയേഴ്സ് advised her not to pay the fine and she took their advice.
പിഴയടയ്ക്കേണ്ട എന്ന് അവളുടെ റോസയുടെ വക്കീലന്മാർ റോസയെ ഉപദേശിക്കുകയും ആ ഉപദേശം അവർ സ്വീകരിക്കുകയും ചെയ്തു. Rosa's lawyers advised her to pay the fine and she took their advice. Then they went to the higher courts and the Supreme Court. അവർ മേൽക്കോടതികളെ സമീപിക്കുകയും ഏറ്റവും അവസാനം ഏറ്റവും ഉയർന്ന കോടതിയായ അമേരിക്ക സുപ്രീം കോടതിയിലേക്ക് പോവുകയും ചെയ്തു. Finally to the highest court, the American Supreme Court. The judges of the Supreme Court said that segregation was unlawful in a public transport services. They said it was against the law of the country. പൊതു ഗതാഗത സേവന രംഗത്ത് നിറത്തിന്റെ പേരിലുള്ള വേർതിരിക്കൽ നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർ പറഞ്ഞു. അത് രാജ്യത്തിന്റെ നിയമത്തിന് എതിരാണെന്ന് അവർ പ്രഖ്യാപിച്ചു. So it was that the Rosa Parks sat still and moved a million minds. അതിനാൽ ഇപ്രകാരമാണ് റോസ പാർക്സ് അനങ്ങാതിരിക്കുകയും ദശലക്ഷക്കണക്കിന് മനസ്സുകൾ ഇളക്കി മറിക്കുകയും ചെയ്തത്. She began the black American people's fight for fairness and justice to all human beings. എല്ലാ മനുഷ്യർക്കും നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ പോരാട്ടം തുടങ്ങി വെച്ചത് അവരാണ്. റോസ പാർക്സ് ആണ്. അമേരിക്കൻസ് കാൾ ഹർ ദ മദർ ഓഫ് ദ ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്. സിവിൽ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ഓഫ് ദ കൺട്രി സിറ്റിസൺ. കറുത്ത വർഗ്ഗക്കാരുടെ പൗര അവകാശ പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നാണ് അമേരിക്കക്കാർ റോസയെ വിളിക്കുന്നത്. പൗര അവകാശങ്ങൾ എന്നത് ഒരു രാജ്യത്തിന്റെ പൗരന്മാരുടെ അവകാശങ്ങളാണ്. Many years before Rosa Parks sat still, in that bus something else had happened in another country. റോസ പാർക്സ് ആ ബസ്സിൽ അനങ്ങാതെ ഇരിക്കുന്നതിന് വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു രാജ്യത്ത് വേറെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. A man called Mohandas Karamchand Gandhi sat still in a train in South Africa. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യൻ ദക്ഷിണാഫ്രിക്കയിലെ ഒരു തീവണ്ടിയിൽ അനങ്ങാതെയിരുന്നു. He refused to get off. താഴെ ഇറങ്ങാൻ അദ്ദേഹം വിസമ്മതിച്ചു. The white passengers threw him out. വെള്ളക്കാരായ യാത്രക്കാർ അദ്ദേഹത്തെ പുറത്തേക്ക് എറിഞ്ഞു. There are many other stories of his courage and of the courage others got from him to fight for their rights. അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാനുള്ള ധൈര്യം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചതിനെ കുറിച്ചും ധാരാളം കഥകൾ ഉണ്ട്. ഇത് റോസ പാർക്കിന്റെ ബയോഗ്രഫിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.